ഞാൻ ഉണ്ടായിക്കോളാം. നീ അവിടെ അടങ്ങിയിരുന്നാ മതി. അവിടെ പോയി ഇരിക്കേ. ആകാശനീലം എന്നേറെ നീളും കണ്ണിലുടനീളം കൈവിരൽ തുമ്പിൽ ഞാൻ ഇന്ന ചൂടും കുളിരിന്റെ ഹാരം നിന്നാട കണ്ണിൽ വല തള്ളും വെൺതീര വന്ന് പുൽകും മൺതരിയല്ലോ ഞാൻ നിന്നോമൽ കൈകൾ മെല്ലെ നീട്ടും തൻ തന്ത്രി സാന്ദ്രം പോളും വീണയല്ലോ ഞാൻ Te amamos, te ama, 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 amamos. Te ഇത് കഴിച്ചു. ഇനിയിപ്പൊ നീ വിശന്ന് കിടന്നിട്ട് അതിന്റെ പാപം കൂടി എനിക്ക് കിട്ടണ്ട. അപ്പൊ പാപം കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്താണല്ലേ? പിന്നല്ലാണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും സ്വയം ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. ഇങ്ങിതാ, ഞാൻ എടുത്തു തരാം. നീ എന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നേ? ഇതൊന്നും പ്രേമാന്നൊന്നും വിചാരിക്കണ്ട. എനിക്ക് പാപം കിട്ടാതിരിക്കാൻ ചെയ്യുന്നേ ഉള്ളൂ. എത്രയേട്ടാ? 40 രൂപ മോനെ. താങ്ക് യു മോനെ, നിങ്ങളെ രണ്ടുപേരും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ കുട്ടിയുടെ വിരലൊന്നും ചതഞ്ഞേന് ദോശ ഉണ്ടാക്കി കഴിപ്പിച്ചില്ലേ? ഭാര്യയോടുള്ള സ്നേഹം ദേ ഇങ്ങനെ ആവണം. അപ്പൊ ആ ഭർത്താവിനെയും ഭാര്യ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കും. എഴുന്നേക്ക് പോ. മിഥുൻ, മിഥുൻ, മിഥുൻ. മഞ്ജരി, ആന്റി മിഥുനെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്താ, റൂമിലില്ലേ? ഇല്ല ആന്റി. ശരി ചേച്ചി. ഈ സമയത്ത് അവൻ എവിടെ പോയതോ? അതാ ആന്റി എനിക്ക് മനസ്സിലാവാത്തെ.
മോളെ മേഘനെ, നീ എത്തിയല്ലേ? മിഥുൻ സുരക്ഷിതമായിട്ടാണോ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നേ? മിഥുനേട്ടന്റെ മനസ്സിൽ സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ സഹജീവികളോടുള്ള സഹാനുഭൂതി ഉണ്ടെന്ന് തോന്നുന്നു. മിഥുൻ, നീ എന്റെ ക്യാബിൽ വന്ന് കാറിന് എന്ത് പറ്റി? വരുന്ന വഴിക്ക് വെച്ച് കാറ് ബ്രേക്ക് ഡൗൺ ആയി. അതാ കാർ അവിടെ നിർത്തി ഒരു ക്യാബ് വിളിച്ചിങ്ങ് പോന്നെ. എന്നാലും ഈ പാതിരാത്രിക്ക് എവിടെ പോയതാ? മേഘന ഓഫീസിൽ തനിച്ചിരുന്ന് വർക്ക് ചെയ്യായിരുന്നു. നേരെ ഒരുപാട് വൈകിയതുകൊണ്ട് ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരികയായിരുന്നു. എത്ര വലിയ വിവരക്കേടാ നീ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മനഃപൂർവ്വം മേഘനയ്ക്ക് അത്രയും വലിയ വർക്ക് കൊടുത്തത്. എന്റെ ജോലിയെ എന്റെ കമ്പനി എന്നൊക്കെ പറയുന്നില്ലേ, അത് ഏതുവരെ നിലനിർത്തുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാ അവക്ക് അങ്ങനെ ഒരു പണി കൊടുത്തേ. അതിനിടയ്ക്ക് പേഴ്സണലായിട്ട് നീ ചെന്ന് മേഘനയെ വിളിച്ചോണ്ട് വന്നത് എന്ത് കാര്യം ഉണ്ടായിട്ടാ? അത്രയ്ക്ക് കെയറിങ് ആയോ? അല്ലെങ്കിൽ തന്നെ അവളെ വിളിച്ചോണ്ട് വരേണ്ട എന്ത് ഗതികേടാ നിനക്ക്? അതെ, നീ ഒന്ന് നിർത്തും മഞ്ജരി. മേഘന ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആയാലും അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും വീണ്ടും പോലീസുകാരും വക്കീലന്മാരും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കയറി നിരങ്ങാൻ തുടങ്ങും. പിന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് കൈയും കിട്ടിയെന്ന് ഉത്തരം പറയേണ്ട അവസ്ഥ വരില്ലേ? അതുകൊണ്ടാ മിഥുൻ ചെന്ന് മേഘനയെ വിളിച്ചോണ്ട് വന്നത്. നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം മഞ്ജരി, പക്ഷേ നേരെ അത്രയും വൈകിട്ടും മേഘനയെ ഓഫീസിൽ തനിച്ചാക്കുന്നത് ഒരു നല്ല സ്വഭാവമാണെന്ന് തോന്നുന്നില്ല. What nonsense are you talking, മിഥുൻ? ഇവളോട് ആര് പറഞ്ഞു വീണ്ടും ഓഫീസിലേക്ക് കയറി വരാൻ? അത്രയ്ക്ക് പിടിവാശി കാണിച്ച് സ്വന്തം സ്ഥാനം ഉറപ്പിച്ച് നമ്മളോടുള്ള പക പോക്കാനുള്ള തന്ത്രമല്ലേ അത്? അവള് പിടിച്ചോടം തന്നെ ജയിക്കണമെന്നുള്ള വാശി. അതുകൊണ്ട് തന്നെയാ അവളെ അവിടെ നാട്ടി പായിച്ചിട്ടും വീണ്ടും നമ്മുടെ ഓഫീസിലേക്ക് കയറി വന്നത്. എന്തിനു വേണ്ടി ഇവൾ ഇങ്ങനെ വാശി പിടിക്കുന്നേ? അവക്ക് അത്രയ്ക്ക് പിടിവാശിയുള്ളപ്പോ നമ്മൾ എന്തിനു വിട്ടുകൊടുക്കണം? നീ ഒന്ന് മിണ്ടാതിരുന്നേ മഞ്ജരി. ഇത്രയേറെ പ്രശ്നങ്ങൾക്ക് ശേഷം ഇവള് വീണ്ടും ഓഫീസിൽ വന്നു. പിന്നല്ലാണ്ട് എങ്ങനെയൊക്കെ അപമാനിച്ചിട്ടും അവക്ക് നാണമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണ്ടേ? റൂൾസും പറഞ്ഞോട് കേറി വന്നതാ. ജോലി കൊടുത്തില്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കൂ അത്ര അവള്. അവള് വന്ന് കേറിയെന്ന് വിചാരിച്ച് നിങ്ങൾ എന്തിനാ ജോലി കൊടുത്തേ? എന്താ മേഘന ഇതൊക്കെ? നീ അവിടെ ജോലി ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ലെന്ന് അറിഞ്ഞിട്ടും എന്തിനവിടേക്ക് വീണ്ടും കയറി ചെന്നു? നിന്റെ ആൾമാറാട്ട കളി പുറത്തറിഞ്ഞ ശേഷം പിന്നെ എന്തിനാ നീ അങ്ങോട്ടേക്ക് കയറി ചെന്നത്? ഇത്തരം വേണ്ടാതിനങ്ങൾ ഇവിടെ വേണ്ടാന്ന് പലവട്ടം പറഞ്ഞു. ചേച്ചി, മേഘന വീണ്ടും ഓഫീസിലേക്ക് കയറി ചെന്നത് എന്തിനാന്ന് മനസ്സിലായില്ലേ ചേച്ചിക്ക്? മിഥുനും മഞ്ജരിക്കും ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സൃഷ്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാ മേഘന അവിടെ കയറി വേര് പിടിച്ചിരിക്കുന്നത്. മേഘനന്ദയുടെ വേഷം അണിഞ്ഞ് മിഥുന്റെ മുമ്പിൽ ചെന്ന് ഓരോ ഗോഷ്ഠികൾ കാണിച്ച് അവനെ മയക്കിയെടുത്ത് മഞ്ജരിയെ മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു ഇവളുടെ പ്ലാൻ. പക്ഷെ ലക്ഷ്യത്തിലെത്തും മുമ്പേ കള്ളി മുഴുവന് വെളിച്ചത്തായില്ലേ? അങ്ങനെ അവള് ഓരോ അടവുമായി ഇറങ്ങിയതായിരിക്കും. വീട്ടിലിരുന്ന മിഥുനെയും മഞ്ജരിയും അകറ്റാനുള്ള അവസരം ഇവക്ക് കിട്ടില്ലല്ലോ. അതാ അവക്ക് ഇരിക്കപ്പുറതിയില്ലാത്തത്. അല്ലെങ്കിൽ എന്ത്, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും നമുക്ക് താല്പര്യമില്ലെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ജോലി വേണമെന്നും പറഞ്ഞിട്ട് സമരവും പ്രഖ്യാപിച്ച് കയറി ചെന്ന് കസേര കൈയടക്കാൻ ശ്രമിക്കണം. പ്രിയമ്പതേ, നീ എന്തൊക്കെയായി കാട് കയറി പറയുന്നതെന്ന് വല്ല വിവരമുണ്ടോ? മഞ്ജരിയും മിഥുനയും തമ്മിൽ മനഃപൂർവ്വം അകറ്റേണ്ട ആവശ്യം മേഘനയ്ക്ക് എന്താ ഉള്ളത്? അത് ശരിയാണ് പ്രിയമതേ. അങ്ങനെ ഒരു ഉദ്ദേശം മേഘനയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് ഈ വീട്ടിലിരുന്നിട്ടാണെങ്കിലും അവൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ.
വെറുതെ മേഘന എന്തിനാ ഏത് നേരം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? എന്നിട്ട് അതും പൊക്കി പിടിച്ചോണ്ട് ഇവിടെ ഒരു വഴക്കുണ്ടാക്കണം. ചേട്ടാ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. നിങ്ങൾ മരുമോളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ ഗൂഢാലോചനയ്ക്ക് കൂട്ടു നിൽക്കാന്ന് എനിക്കറിയാം. അല്ല, നീ ആരാണെന്നാണ് മേഘന നിന്റെ വിചാരം? ഈ വീട്ടിലുള്ളവരെ നിന്റെ താളത്തിനൊത്ത് തുള്ളിക്കാൻ, ചോദിക്കാനും പറയാനും ഇവിടെയുള്ളവർക്ക് നാവില്ലെന്ന് കരുതിയോ? നിങ്ങൾ എല്ലാവരും എന്നെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന. ഞാൻ ജോലിക്ക് പോകുന്നതിന്റെ ഉദ്ദേശം വേറെയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലാ. എന്ത് ന്യായീകരണം പറഞ്ഞാലും നീ ചെയ്യുന്നത് എനിക്ക് പിടിക്കുന്നില്ല. നീ ഓഫീസിൽ ചെന്നിരുന്ന് ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ മരുമോളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ ഗൂഢാലോചനയ്ക്ക് കൂട്ടു നിൽക്കാന്ന് എനിക്കറിയാം. അല്ല, നീ ആരാണെന്നാണ് മേഘന നിന്റെ വിചാരം? ഈ വീട്ടിലുള്ളവരെ നിന്റെ താളത്തിനൊത്ത് തുള്ളിക്കാൻ, ചോദിക്കാനും പറയാനും ഇവിടെയുള്ളവർക്ക് നാവില്ലെന്ന് കരുതിയോ? നിങ്ങളെല്ലാവരും എന്നെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന. ഞാൻ ജോലിക്ക് പോകുന്നതിന്റെ ഉദ്ദേശം വേറെയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലാ. എന്ത് ന്യായീകരണം പറഞ്ഞാലും നീ ചെയ്യുന്നത് എനിക്ക് പിടിക്കുന്നില്ല. നീ ഓഫീസിൽ ചെന്നിരുന്ന് ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മിഥുൻ, മേഘന നമ്മുടെ ഓഫീസിലെ ജോലി ചെയ്യാൻ പാടില്ല. അതിനെന്താന്ന് വെച്ചാ ചെയ്യാൻ നോക്ക്. അല്ല മോം, അത് പിന്നെ എന്താണ് മിഥുൻ? ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം വെച്ച് മേഘനയെ നമുക്ക് അവിടുന്ന് പിരിച്ചുവിടാൻ പറ്റില്ല. അതെന്തുകൊണ്ടാ? ജോലിക്ക് എടുത്ത സമയത്ത് തന്നെ അവളെ കൊണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യിച്ചായിരുന്നു. അവൾ എന്തെങ്കിലും തെറ്റ് പ്രവർത്തിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള തെറ്റിന്റെ പേരിൽ അവളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാനായിട്ട് കഴിയൂ. അതുകൊണ്ട് അവളെ നമുക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇപ്പൊ പിരിച്ചുവിടാനുള്ള സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് കൃത്യമായ കാരണങ്ങളില്ലാതെ ഈ ഉദ്യോഗത്തിൽ നിന്ന് അവളെ പിരിച്ചുവിടാനുള്ള റൈറ്റ്സും കമ്പനിക്കില്ല. അതുകൊണ്ട് മോമിപ്പോ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതെ മേഘനെ, ഈ കുടുംബത്തിലുള്ളവർക്ക് താല്പര്യമില്ലാത്ത കാര്യം അധികകാലം നിനക്ക് തുടർന്നു പോവാൻ പറ്റില്ല. സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറിയ അതാവും നല്ലത്. അല്ലെങ്കിൽ ഇവിടെയുള്ളവരുടെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അത് ഓർമ്മയിരിക്കട്ടെ. കേട്ടല്ലോ മേഘനെ, ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള വിചാരമായിരിക്കും. ഒന്ന് ആഞ്ഞു ശ്രമിച്ചാ ജോലിയിൽ നിന്ന് നിന്നെ പിരിച്ചുവിടാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നാളത്തേക്ക് മാറ്റിവെക്കണ്ട, ഇന്ന് നിന്നെ ഏൽപ്പിച്ച കാര്യം തന്നെ നോക്കിയാ മതി. നാളെ നേരം വെളുക്കും മുമ്പ് ഞാൻ തന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിന്റെ ടെർമിനേഷൻ ലെറ്റർ മുമ്പിലുണ്ടാവും. നീ ഏൽപ്പിച്ച ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഓഫീസിലെ കസേരയിൽ നിന്നും ഞാൻ എണീറ്റത് മഞ്ജരി. വെച്ചോ. ഇത് ഇത്ര പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നീ എങ്ങനെ ചെയ്തെടുത്തു? മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടാവും. ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് ചെയ്തു തീർക്കാൻ പറ്റും. നീ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
മറിച്ച് എന്റെ ജോലി സംരക്ഷിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. നിന്റെ ഈ ബുദ്ധിമോശത്തിന് മുന്നിൽ എന്റെ ആത്മസമർപ്പണം കൊണ്ട് ഞാൻ എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും നിനക്കെന്നോട് ജയിക്കാനാവില്ല. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഗുഡ് നൈറ്റ് അച്ഛമ്മേ. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് ശരിയമ്മേ. എനിക്ക് ഉറക്കം വരുന്നമ്മേ. ഗുഡ് നൈറ്റ്. ശരി. എന്തൊരു കഷ്ടാണ് നോക്കണേ. ഓരോ ദിവസം കഴിയും തോറും അവളുടെ നാവിന് നീളം കൂടിക്കൊണ്ടിരിക്കുക. ഒരു കൂസലും ഇല്ലാതല്ലേ അവളെ നിന്ന് പ്രസംഗിച്ചത്. ഇനി ഇവള് പറക്കരുത്. ഇവളുടെ ചിറകുകൾ അരിഞ്ഞേ പറ്റൂ ആന്റി. ശരിയാണ് മഞ്ജരി. എന്തൊരു മുടിഞ്ഞ കോൺഫിഡൻസ് അവക്ക്. അരുണിമേച്ചോടല്ല അവള് അധിക പ്രസംഗം പറഞ്ഞു പിടിച്ചെന്നത്. ഇത് ഇങ്ങനെ തന്നെ മുൻപോട്ട് പോയാ നാളെ മിഥുന്റെ ജീവിതത്തിലും ശാശ്വതമായ ഒരു സ്ഥാനം അവള് നേടിയെടുക്കും. അങ്ങനെ വന്ന പിന്നെ നമുക്ക് നിലനിൽപ്പില്ല. ശരിയാണ് ആന്റി. നമ്മള് കുറച്ചുകൂടെ ചിന്തിച്ച് കരുക്കൾ നീക്കണം. ആ മേഘനയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വിധം പ്ലാൻസ് ഉണ്ടാക്കണം. അരുണിമേ, നീ ഇപ്പോഴും അതിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുക? മേഘന ഇവിടെ ഉള്ളിടത്തോളം മനസ്സമാധാനത്തോടെ എനിക്ക് ഉറങ്ങാൻ പറ്റൂ ചേട്ടാ. അവള് ചെയ്തതിൽ എന്താ അരുണിമേ തെറ്റ്? എന്താ മേഘന ചെയ്തതിൽ ഒരു തെറ്റും ചേട്ടന് കാണാനാവുന്നില്ലേ? നമുക്ക് താല്പര്യമില്ലെന്ന് അറിഞ്ഞിട്ടും എന്തിനവള് നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്ത്? അവളുടെ കളി വെളിച്ചത്തായതിനു ശേഷവും അവിടെ ചെന്ന് നിയമം പറഞ്ഞ് സമരം പ്രഖ്യാപിച്ചത് എന്തിനാ? അതൊക്കെ പോട്ടെ, അതൊന്നും തെറ്റല്ലായിരിക്കാം. ഇപ്പൊ ഞാൻ അവളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴും എന്നെ എതിർക്കാൻ നിന്നതല്ലാതെ സ്വന്തം തെറ്റിദ്ധരുത്താനൊന്നും ശ്രമിച്ചില്ലല്ലോ അവള്. ഇനി ഒരിക്കലും ഓഫീസിൽ ചെന്ന് ജോലി ചെയ്യില്ല അമ്മയെന്ന് എന്നോടൊരു വാക്കെങ്കിലും അവള് പറഞ്ഞു. അതിനർത്ഥം എന്റെ വാക്കുകൾക്കൊട്ടും വിലയില്ലെന്നല്ലേ? ഒന്നുമല്ല അരുണിമേ, നമ്മള് വിലക്കിയിട്ട് അവള് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളും അവൾക്കുണ്ടായിരിക്കും. അതും മനസ്സിലാക്കാനാണ് നീ ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് ഒന്നും അറിയാതെ അവളോട് വെറുതെ കയർക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഞാൻ ചോദിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ലെന്നോ? ഇവിടുത്തെ മരുമോള് ജോലി ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. എന്നിട്ടൊടുവില് വീണ്ടും നമ്മുടെ ഓഫീസിൽ തന്നെ അവള് കയറിയിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയ ഞാനത് കണ്ടോണ്ട് നിൽക്കണോ? അവള് മിഥുന്റെ അടുത്ത് ജോലി ചെയ്യുന്നതിൽ എന്തായിരുന്നുമേ തെറ്റ്? തെറ്റ് തന്നെയാ. മേഘന അരികത്തുള്ളിടത്തോളം അവൻ അപകടങ്ങൾ ഉണ്ടാവും. അവരൊരിക്കലും എടുക്കാൻ പാടില്ല. അടുത്താൽ അവളുടെ ദോഷത്തിന്റെ ഫലങ്ങൾ അവനിൽ പതിയും. അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഓരോ ക്ഷണവും മേഘന മിഥുനോടൊപ്പം തന്നെ നിൽക്കുന്നത് ഞാൻ എങ്ങനെ സമ്മതിച്ചു കൊടുക്കും? അരുണിമേ, മേഘന കാരണം മിഥുൻ അപകടമാണെന്ന് പറയുന്നത് തന്നെയാണ് തെറ്റ്. ഊഹാഭോഗങ്ങൾക്ക് അടിമയായി നീ വെറുതെ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല ഏട്ടാ, ഇത് ഊഹാഭോഹങ്ങളൊന്നുമല്ല, സത്യ. വീണ്ടും വീണ്ടും അത് തെളിഞ്ഞുകൊണ്ടിരിക്കുക ചേട്ടാ. ഇവര് ടർക്കിയിലേക്ക് പോയപ്പോഴും മേഘന കാരണം ഇതിന് അപകടമുണ്ടായെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുമല്ലേ? പ്രവീൺ മാധവിന്റെ രൂപത്തിൽ ഒരു തെളിവ് മുന്നിലുള്ളപ്പോ ഇതെന്റെ വെറും ഊഹാപോഹങ്ങളാണെന്ന് ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ മേഘന മിഥുന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. ജയേട്ടന് അത് മനസ്സിലാക്കാതെ ആ മേഘനയെ കണ്ണുടച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ ചെയ്യുന്നത്. വന്ന് വന്ന് എന്റെ വാക്കുകൾക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ലാതായിരിക്കാം. ഞാനൊന്ന് നോക്കട്ടെ എത്ര കാലം എന്റെ വാക്കുകൾ അവളെ തള്ളിക്കളയൊന്നും എന്നെ തട്ടി മാറ്റി ജോലിക്ക് പോവൊന്നും നമ്മള് കാണാൻ പോകുന്നതേ ഉള്ളൂ. അന്ന് ഉത്തരം പറഞ്ഞാൽ മതി. ആന്റി, നമ്മൾ ഒരിക്കൽ കൂടി ആ കള്ളസ്വാമിയെ കഥയിലേക്ക് കൊണ്ടുവരേണ്ട അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അയാളെ കൊണ്ടുവന്നിട്ട് ഇനി എന്ത് ചെയ്യാനാ?
കള്ളസ്വാമിയെ കൊണ്ട് അരുണിമാൻഡിയെ ഫോൺ ചെയ്യിക്കണം. ആന്റി വന്നേ, ഞാൻ പറഞ്ഞുതരാം. പാർവതി, ഒരു കോഫി തരോ? വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും അല പോലവൾ എന്നിൽ വല നെയ്തൊരു സ്വപ്നം ഇവർക്ക് മടി കൂടി കൂടി വരികയാണല്ലോ. ഒന്ന് വിളിച്ചു തന്നിട്ട് പോയാൽ എന്താ കുഴപ്പം? ഞാൻ കാപ്പി തന്നില്ലായിരുന്നല്ലോ, പിന്നെ സാറിനത് എവിടെ നിന്ന് കിട്ടി? വാട്ട്? അപ്പൊ ഈ കോഫി നീയല്ലേ ഇവിടെ കൊണ്ടുവച്ചത്? അല്ല സർ. അയ്യോ മിഥുനേട്ടാ, അത് ഞാൻ കുടിച്ചിട്ട് വെച്ചതായിരുന്നു. ഓ, നിന്റെ ആയിരുന്നോ? സോറി മേഘനെ. സാരല്ലേട്ടാ. സാരമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നീ കുടിച്ചതിന്റെ ബാക്കി മിഥുൻ കുടിക്കുന്ന കാര്യം എന്താ? അവന് കുടിക്കാനും പാകത്തിന് നീ എന്തിനാ അവന്റെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തു? കയ്യിൽ കിട്ടിയത് മുഴുവൻ വലിച്ചെറിഞ്ഞത് കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല മഞ്ജരി. ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള മധുരിക്കുന്ന നിമിഷങ്ങളാണ്. അതിന്റെ പ്രാധാന്യം പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. ചിലത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നതാ നല്ലത്. വീണ്ടും കണ്ണി കാണാത്ത അകലത്തിലേക്ക് തന്നെ എറിയണം. എന്നാലേ ഈ മധുരിക്കുന്ന ഓർമ്മകൾക്കൊക്കെ അന്ത്യം ഉണ്ടാവൂ. ചില മനുഷ്യരുമായിട്ടും ചില വസ്തുക്കളുമായിട്ടുള്ള കണക്ഷൻസ് മുറിച്ചു കളയുന്നതാ നല്ലത്. അത് വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്ക്. ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ വേണ്ട. നിനക്ക് പണിയില്ലാണ്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ നഖവും കടിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കും. അത് വിട്ടിട്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കയറി വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കരുത്. എന്ത് ഭാര്യ ഭർത്താക്കന്മാരോ? 4 ദിവസം കൊണ്ട് തീരാൻ പോകുന്ന ബന്ധം. ഇപ്പോഴും നിങ്ങൾക്കിടയിൽ ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടെന്നാണ് നിന്റെ വിചാരം? ഉണ്ട്. കോടതി വിവാഹമോചനം അനുവദിക്കുന്നത് വരെ ഞങ്ങൾ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാ. അന്നുവരെ ഞങ്ങൾക്കിടയിലുള്ള ബന്ധം മുറിഞ്ഞും പോവില്ല, തകർന്നും പോവില്ല. നിന്നോട് അവസാനമായിട്ട് പറയാം, ഇനി മേലിൽ ഞാനിവിടെ ഉള്ളിടത്തോളം ഞങ്ങളുടെ ബന്ധത്തിനിടയിൽ കയറി വരാനും ഞങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടാതിരുന്നാലും നിനക്ക് കൊള്ളാം മഞ്ജരി. ഓർമ്മയിരിക്കട്ടെ. മേഘനെ, നിന്റെ ഓവർ ആക്ഷൻ ഒന്നും എന്റെ അടുത്ത് വേണ്ട. മഞ്ജരി, നിനക്ക് എന്തിന്റെ കേടാ? ഇതൊരു കോഫിയുടെ കൊച്ചു കാര്യമല്ലേ, അതെന്തിനിങ്ങനെ വലിച്ചു വലുതാക്കുന്നേ? എന്ത്? ഇതൊരു കൊച്ചു കാര്യമായിട്ടാണോ ഇതിന് തോന്നുന്നത്? ഓഫ് കോഴ്സ് ഇതൊരു കൊച്ചു കാര്യമാണ്. കാര്യമില്ലാതെ തർക്കിച്ച് വലുതാക്കാതിരുന്നാ മതി. മഞ്ജരി,
കാപ്പിക്കാരെയും കാപ്പിപ്പൊടിയുടെ അത്രയും കുഞ്ഞായിട്ട് കണ്ടാ മതി. ചിലത് കണ്ടാലും കണ്ടില്ലെന്ന് ഭാവിക്കണം, പക്ഷെ കാണേണ്ടത് കാണാതിരിക്കാനും ശ്രമിക്കരുത്. ഇതിന്റെയൊക്കെ പുറകെ പോയാൽ ഇതിനെ സമയം കാണൂ. വാ, ഞാൻ പറഞ്ഞുതരാം. എന്തിനാ ഇങ്ങനെ വലിച്ചോണ്ട് വരുന്ന ആന്റി? ഇന്നാ മേഘനയുടെ കൊമ്പ് മുറിച്ച് മണ്ണ് കപ്പിക്കില്ലായിരുന്നോ? മഞ്ജരി, നിനക്ക് വല്ല ബുദ്ധിയുണ്ടോ? ആന്റി എല്ലാം കാണുന്നുണ്ടായിരുന്നില്ലേ? 2 ദിവസം കഴിഞ്ഞാ തീരാനിരിക്കുന്ന ബന്ധം, എന്റെ ഭർത്താവ് ഞങ്ങളുടെ ബന്ധം എന്ന് എന്തൊക്കെയാ അവള് വിളിച്ചു പറയുന്നേ? ഈ ആവേശം ഞാൻ നിന്നോട് വേണ്ടെന്ന് പറഞ്ഞത്. ആരും അറിയാതെ നീ അവളോടുള്ള ദേഷ്യം മുഴുവനും തീർത്തോ? പറ്റുന്നിടത്തോളം അവക്കിട്ട് പണി കൊടുത്തോ? പക്ഷെ അത് മിഥുനെ ദേഷ്യം പിടിപ്പിക്കും വിധത്തിലാവരുത്.